നടുവിൽ രണ്ട് വൃക്ഷങ്ങൾ, ജീവന്റെ വൃക്ഷവും അറിവിന്റെ വൃക്ഷവും. എത്ര മനോഹരമായ തോട്ടം അല്ലേ! ഇതാണ് ഏദൻ തോട്ടം. ഇതിനെ പറുദീസ എന്നും പറയും. ആദത്തെയും ഹവ്വായെയും താമസിപ്പിക്കുവാൻ ദൈവം ഒരുക്കിയതാണ് ഏദൻ തോട്ടം. ദൈവം എത്ര സ്നേഹമുള്ളവൻ! ആദവും ഹവ്വയും ദൈവത്തെ സ്നേഹിച്ചു, അനുസരിച്ചു, സന്തോഷിച്ചു, ജീവിച്ചു, അവരോടൊപ്പം വസിച്ചു. ഏദൻ തോട്ടത്തിൽ അവർ സന്തോഷത്തോടെ കഴിഞ്ഞു. ദൈവത്തോടൊപ്പം വസിക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. നമുക്ക് വേണ്ടേ ഈ സന്തോഷം? അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തോടൊപ്പം വസിക്കണം. മാതാപിതാക്കളോടൊപ്പം വസിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവാറില്ലേ? ദൈവം നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നു. നമ്മോടൊത്ത് വസിക്കാൻ ദൈവം